സ്റ്റുഡൻസ്, നമ്മൾ എഡീഷനും സബ്ട്രാക്ഷനും നോക്കി അല്ലേ, ഫ്രാക്ഷൻസിൻ്റെ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കാം. അത് സിമ്പിളാണ്. ഓക്കെ, അത് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 2/3 ഇൻറ്റു 8/5 ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മുകളിലത്തത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 5. 2 8s are 16 divided by 3 into 15. ഓക്കെ, ഡയറക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം, ഇതിനെ ഷോർട്ടാക്കി എഴുതാം. ചില ഇതിന് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഷോർട്ടാക്കാൻ പറ്റും കേട്ടോ. 2/3 ഇൻറ്റു 4/2. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. താഴത്തത് മുകളിലത്തെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ളത് എഴുതിയാൽ മതി. 4/3 അല്ലേ. അത് നിങ്ങൾ ഇപ്പം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താലും 4/3 തന്നെ കിട്ടും അല്ലേ. ഇതിപ്പം 2 ഇൻറ്റു 4 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 6 ഈക്വൽ ടു 2 കൊണ്ട് വിട്ട് ചോദിക്കാൻ മതി. അതായത് 4 2s are 8 3 2s are 6 4/3 തന്നെ കിട്ടും. അതായത് ഇവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാം, അല്ലെങ്കിൽ ടോട്ടല് ആദ്യം മുകളിലത്തത് മൾട്ടിപ്ലൈ ചെയ്ത് താഴത്തെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും ക്യാൻസൽ ചെയ്ത് പോകാം. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഏറ്റവും നല്ലത് ഫസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം 5/6 ഇൻറ്റു 12/3 ആണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാണെങ്കിൽ അതാ സൗകര്യം. ഇപ്പോൾ 6 1 ടൈംസ് 2, അപ്പോൾ 5 2s are 10 ഡിവൈഡ് ബൈ 3 ആൻസർ കിട്ടിയില്ല. ഇതല്ലെങ്കിൽ 5 ഇൻറ്റു 12 നോക്കണം. അത് ചില സമയം വലിയ സംഖ്യയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. 5 വലുതാണ്. ഇപ്പം 2 ഇതിപ്പം പറ്റും, എന്നാലും പറയാം. ഫസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, മനസ്സിലായിരിക്കും. നമുക്ക് അതിൻ്റെ ഡിവിഷൻ നോക്കാം. Two by 3 divided by 1/2. ഇങ്ങനെ വരുമ്പോൾ ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ഇത് ഫസ്റ്റ് അങ്ങനെ തന്നെ എഴുതാം. 2/3 അങ്ങനെ തന്നെ എഴുതാം. ഈ ഹരണം മീൻസ് ഡിവൈഡ് ബൈന് പകരം മൾട്ടിപ്ലൈ ചെയ്തോ ഇൻറ്റു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തോ 1/2 പകരം 2/1 എഴുതുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ സെയിം ചെയ്യുക. 2 2s are 4 1 3s are 3 സെയിം നേരത്തെ മൾട്ടിപ്ലൈ ചെയ്ത പോലെ ചെയ്യുക. അതായത് ഇതിനെ നേരെ ഇൻറ്റു എഴുതുക, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. അതായത് ഇതിൻ്റെ വിൽക്രമം എഴുതുക. ഓക്കെ, മലയാളത്തിൽ വിൽക്രമം എന്ന് പറയും അല്ലേ, റെസിപ്രോക്കൽ. ഓക്കെ, അതായത് ഇപ്പം 1 ഓരോ നോക്കാം. 1/8 ഡിവൈഡഡ് ബൈ 2/8 അതിന് ചെയ്യുക. അതായത് ആദ്യം ഈ 1/8 അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഈ ഹരണം, അതായത് ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആക്കുക, ഇൻറ്റു ആക്കുക. ഇതിനെ എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് എഴുതുക. 2/8 എന്നുള്ളത് 8/2 എന്ന് എഴുതുക. എന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ സൗകര്യം. 8 8 പോയി 1 ആയി അല്ലേ. സീക്വൽ ടു 1 ഇൻറ്റു 1 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഹാഫ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ ഇപ്പോൾ ഏകദേശം ബേസിക് കാര്യങ്ങൾ, പിന്നെ എഡീഷൻ സബ്ട്രാക്ഷൻ, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഫ്രാക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.